ത്രികോണ മത്സരമാണെങ്കിൽ ഏതാണ്ട് 45,000-ൽ പരം വോട്ടുകൾ കിട്ടിയാൽ തന്നെ വിജയിക്കാം എന്നുള്ളതാണ്. ഇനി അതല്ല, ഭൂരിപക്ഷത്തിലൊക്കെ വ്യത്യാസം വരുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരാം. അല്ലെങ്കിൽ ഒരു 50,000-ഓ ഒക്കെ കടന്നു പോയാൽ തന്നെ വിജയമുണ്ടാകും. അവിടെ നോക്കുമ്പോൾ BJP-യുടെ കാര്യം വളരെ അകലെയാണ്. 21,000 എന്നുള്ളത് ഒരു കണക്കേ അല്ല. പക്ഷേ നമ്മൾ പല മണ്ഡലങ്ങളും BJP A ക്ലാസ് മണ്ഡലമായി വന്നിട്ടുള്ള ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളുടെയും കണക്ക് ഒരു 2009 അല്ലെങ്കിൽ 2006 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5,000 വോട്ട് കിട്ടിയ സ്ഥലത്ത് 40,000-ലേക്ക് കുതിച്ചുചാടുക. അങ്ങനെ കേരളത്തിൽ ഒരുപാട് മണ്ഡലം, ഇപ്പോൾ ചെങ്ങന്നൂർ അല്ലെങ്കിൽ ചാത്തന്നൂർ, അങ്ങനെ പല മണ്ഡലങ്ങളുടെയും കണക്കെടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു കുതിച്ചുചാട്ടമാണ് BJPക്ക് ഉണ്ടായിട്ടുള്ളത്. അതായത് BJP വോട്ടുകൾ അവിടെയുണ്ട്, അത് ഇടത് വലത് മുന്നണികളിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് നടന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ ഒരു ജോസ് കെ മാണി വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ UDF-ന് സാധിച്ചിരുന്നു. മാണി സി കാപ്പൻ അനുകൂല തരംഗവും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. അതാണ് സംസ്ഥാനത്തൊട്ടാകെ ഇടതുമുന്നണി വലിയ തരംഗമായി വിജയിച്ച സമയത്തും പാലായിൽ പക്ഷേ ജോസ് കെ മാണിയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിന് അടിതെറ്റിയത് അത് ഒരു പ്രധാന ഫാക്ടറായി അത് തന്നെയാണ് ഉയർന്നു വന്നത്. ഇത്തവണ അതേ ഫാക്ടർ നിലനിർത്താൻ UDF ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടതുമുന്നണിയിൽ നിന്നാണെങ്കിലും UDF-ൽ നിന്നാണ്. മാണി സി കാപ്പൻ്റെ ഒരു പ്രത്യേകത അതാണ്. UDF ആണെങ്കിലും LDF ആണെങ്കിലും ജയിച്ച ആളാണ് മാണി സി കാപ്പൻ. അതിനു മുമ്പ് തുടർച്ചയായി KM മാണിയോട് പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ മണ്ഡലത്തിൽ പരിചിതനായ ഈ പാലയെ സംബന്ധിച്ച് അവിടെയുള്ള കുടുംബങ്ങളുടെയൊക്കെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയൊന്നാണ് കാപ്പൻ കുടുംബം. തൊട്ടിപ്പുറത്ത് KM മാണിയുടെ പാരമ്പര്യം പേരിൽ തന്നെയാണ് ജോസ് കെ മാണി എത്തിയത്. പക്ഷേ ഒരു മണ്ഡലത്തിലാകെ ഒരു ജോസ് കെ മാണി വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കണക്ക്, ഒരു 25,000 വോട്ട് BJPക്ക് കിട്ടിയിരുന്ന N ഹരിയെ പോലെ ഒരു നേതാവിന് കിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് നേരെ 10,000-ലേക്ക് താഴുമ്പോൾ അവിടെ മാണി സി കാപ്പൻ്റെ ഭൂരിപക്ഷം കേവലം 15,000 ആയിരുന്നു എന്നുള്ളത് ഒരു കണക്കാണ്. ഇപ്പോൾ BJP വോട്ട് ജോസ് കെ മാണിയിലേക്കും പോയിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും തന്നെ അവിടെ സമുദായ ബന്ധങ്ങൾക്കപ്പുറം, രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറം പരമാവധി വോട്ടുകൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് കാപ്പനാണെങ്കിലും ജോസ് കെ മാണി ആണെങ്കിലും. അതുകൊണ്ട് ഈ രണ്ട് വിഭാഗത്തിലേക്കും പോകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇപ്പോൾ രാമപുരത്താണെങ്കിലും രാമപുരം ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റു പള്ളികളുടെ കാര്യത്തിൽ വളരെ സാമുദായികമായ ഇക്വേഷൻസ് പരമാവധി നന്നായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന നേതാക്കളാണ് ഇവിടെ. അവിടെയാണ് BJPയുടെ ഒരു യഥാർത്ഥ വോട്ട് ഈ 25,000 അല്ല എന്നവർ കണക്കാക്കുന്നത്. അത് ഷോണിനെ പോലൊരു സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി, രൂപതയുമായൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സ്ഥാനാർത്ഥി കൂടി എത്തുമ്പോൾ ഈ BJPയുടെ യഥാർത്ഥ വോട്ടുകൾ ഇതിനപ്പുറത്തേക്ക് എത്തുന്നു. കൂടെ ഇത്തരം സാമുദായിക വോട്ടുകൾ എത്തുന്നു. പരമ്പരാഗതമായ ഒരാൾ 6 ടേമൊക്കെ ഒരു സ്ഥലത്ത് MLA ആയിരിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ മുക്കിലും മൂലയിലും ഒക്കെ ബന്ധങ്ങളുണ്ടാകും, കുടുംബങ്ങളുമായൊക്കെ ബന്ധങ്ങളുണ്ടാകും. അങ്ങനെ PC ജോർജിനുള്ള ബന്ധം, ഷോൺ ജോർജ് അത് തുടർന്നു വന്നത് രീതി, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടം കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ കുറേ കാലമായി ഷോൺ ജോർജ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഉള്ള വ്യക്തിബന്ധങ്ങൾ ഈ രാഷ്ട്രീയത്തിന് അതീതമായി വോട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. സാധാരണ കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള ചർച്ച ഈ താമര ചിഹ്നത്തിലേക്ക്, BJP ചിഹ്നത്തിൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുമോ എന്നൊരു ചർച്ചയാണ് നടന്നത്. അത് ഒരു പരിധിവരെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. പൂഞ്ഞാർ തെക്കേക്കരയിൽ ഭരണം പിടിക്കുക, അതായത് പണ്ടവിടെ ജനപക്ഷം ഭരണം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ നേരെ BJP താമരയായിട്ട് പോലും അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. പാലാ മണ്ഡലത്തിലെ കാര്യമല്ല, പക്ഷേ ഈ മലയോര മേഖലയിലെ ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഈ തലനാട് പുതിയ ഡിവിഷനിൽ അവിടെ ഏതാണ്ട് 10,000-ൽ പരം വോട്ട്, ഒരു 2,000 വോട്ട് അധികമായി പിടിച്ചിരുന്നെങ്കിൽ അവിടെ ജയിക്കുക BJP ആയിരുന്നു. ഈരാറ്റുപേട്ട ബ്ലോക്ക് ഡിവിഷനിലാണ്. നോക്കൂ, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഭാഗത്തൊക്കെ പെട്ട സ്ഥലത്താണ് ജില്ലയിലാകെ BJPക്ക് 2 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ടാകുന്നത് എന്നുള്ളത്. അതായത് ഈ വോട്ടുകൾ ഈ മേഖലയിലുള്ള ക്രൈസ്തവ വോട്ടുകളാണെങ്കിലും BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാൻ അത് ഷോൺ ജോർജിൻ്റെയും PC ജോർജിൻ്റെയും സാന്നിധ്യം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഒരു ആത്മവിശ്വാസം. പക്ഷേ ഇത് പോരാ. അഭിലാഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു 20,000 വോട്ടിൽ നിന്ന് ഒരു 50,000 വോട്ടിലേക്ക് എത്തുക എന്നുള്ളത് പല മണ്ഡലങ്ങളിലും സാധ്യമായതാണ്. പക്ഷേ പാല പോലെയുള്ള ഒരു സ്ഥലത്ത് അത് എത്രത്തോളം, കാരണം തൊട്ടപ്പുറത്ത് ജോസ് കെ മാണിയും കേരള കോൺഗ്രസും സംഘടനാ സംവിധാനത്തിലടക്കം അത്രയധികം കരുത്തരാണ്. താഴെ തട്ടിൽ നല്ല പ്രവർത്തനവും പ്രവർത്തകരും എല്ലാമുള്ള സംവിധാനമാണ്. തൊട്ടിപ്പുറത്ത് UDF-ന് അനുകൂലമായൊരു വികാരം ഒരു പരിധിവരെ നിൽക്കുന്ന മണ്ഡലമാണ് പരമ്പരാഗതമായി പാല. കാപ്പനും ജനകീയനായ നേതാവ് തന്നെയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരോട് 2 പേരോടും ഏറ്റുമുട്ടി ഷോൺ ജോർജിന് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നവരെ കാത്തിരിക്കുക എന്നത് മാത്രമാണ്. ഒരു കാര്യം ഉറപ്പാണ്, വലിയ ആത്മവിശ്വാസമാണ്, കണക്കുകൂട്ടലാണ് ഷോൺ ജോർജിനെ സംബന്ധിച്ച് അവിടെ ഉള്ളത്. വിജയിക്കാം എന്നത് തന്നെയാണ് ഷോണിൻ്റെ കണക്ക്. തൊട്ടിപ്പുറത്ത്
ജോസ് കെ മാണിയും വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഷോൺ വരുന്നതോടെ BJP വോട്ടുകൾ ഷോൺ കൊണ്ടുപോകുന്നു. അതോടുകൂടി ജയിക്കാമെന്ന് ജോസ് കെ മാണി കരുതുന്നു. കാപ്പൻ നല്ല ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ കുറച്ചു കാലമായുള്ള പ്രവർത്തനം, ജനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം, ഇതെല്ലാം സംസ്ഥാനത്തൊട്ടാകെയുള്ള UDF തരംഗത്തിൻ്റെ ഭാഗമായി കൂടി വരുമ്പോൾ അത് തനിക്ക് ഗുണമാകുമെന്ന് കാപ്പനും കരുതുന്നു. വ്യക്തിബന്ധങ്ങൾ വളരെ രാഷ്ട്രീയ ബന്ധങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് വ്യക്തിബന്ധങ്ങൾക്കും കാര്യമായ സ്വാധീനമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി പാല മാറുകയാണ്. അഭിലാഷ്. യെസ്, എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ പാല എന്ന നിയമസഭാ മണ്ഡലം ഇതിനു മുമ്പ് അടയാളപ്പെടുത്തിയത് എങ്ങനെ എന്ന് ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അവിടെയാണ് BJP കടന്നു കയറുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അത് വിജയത്തിലേക്ക് എത്തുമോ എന്നതിൽ ഉറപ്പില്ല എങ്കിൽ പോലും അതിശക്തമായ ത്രികോണ മത്സരത്തിലൂടെ കരുത്തുറ്റ ഒരു പോരാട്ടം കാഴ്ചവെക്കാം എന്ന പ്രതീക്ഷ തന്നെയാണ് BJP പുലർത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഷോൺ ജോർജിനെ പാലായിൽ മത്സരിപ്പിക്കാൻ BJP തയ്യാറെടുക്കുന്നത്. പാലായിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ വിശദീകരിച്ചപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് പറഞ്ഞ ഒരു വാചകമുണ്ട്. താമര ചിഹ്നത്തിൽ ന്യൂനപക്ഷത്തിൽ പെട്ട ആളുകൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന്. അങ്ങനെ വോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് കേരളത്തിലെ പല നിയമസഭാ മണ്ഡലങ്ങളെയും മാറ്റിയെടുക്കുക എന്നതാണ് BJPയുടെ അജണ്ട. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒട്ടേറെ മണ്ഡലങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയത്തിലെ പരിചിതമായ മുഖങ്ങൾ മത്സരിക്കുമ്പോൾ ആ മണ്ഡലങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. എന്നാൽ ചില മണ്ഡലങ്ങൾക്ക് പൊതു സ്വഭാവമുണ്ട്. അവിടെ ആര് മത്സരിച്ചാലും ചിലരൊക്കെ അല്ലെങ്കിൽ ചില പാർട്ടികളെ വിജയിച്ചു വരൂ എന്ന ഒരു മുൻവിധിയുണ്ട്. ആ മുൻവിധികളിലും മാറ്റമുണ്ടാക്കുവാനുള്ള ഒരു നീക്കം ആണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ വിജയം നിശ്ചയിക്കുന്ന മണ്ഡലങ്ങളിൽ അടക്കം സ്വന്തം താമര ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് BJPക്കുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ ലീഗ് വിജയിച്ച് എടുക്കുന്ന ലീഗിന്റെ കോട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാവുന്ന മണ്ഡലങ്ങളിൽ അടക്കം ഇത്തവണ BJP നേതാക്കൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുപെട്ട BJPക്കാർ മത്സരത്തിനുണ്ടാകും എന്നതാണ് വിവരം. അങ്ങനെ ഒരു മണ്ഡലം ആണ് മണ്ണാർക്കാട്. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഇത്തവണ BJP മത്സരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു വിജയപ്രതീക്ഷയും ഇല്ലാത്തതുകൊണ്ട് തന്നെ BJP അല്ലെങ്കിൽ NDA ഘടകകക്ഷികൾ മത്സരിക്കുന്ന മണ്ഡലം ആണ് ഈ മണ്ണാർക്കാട് എന്നതാണ് എടുത്തു പറയേണ്ടത്. നേരത്തെ BDJS-ഉം അതിനുശേഷം AIADMKയും മത്സരിച്ചിരുന്നു എന്നതാണ്. അതായത് തമിഴ് മേഖലയിൽപ്പെട്ടവർ അടക്കം വരുന്ന ഒരു മണ്ഡല സ്വഭാവം മണ്ണാർക്കാടിനുണ്ട് എന്നതുകൊണ്ടാണ് AIADMK ഘടകകക്ഷിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. AIADMK സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. പക്ഷേ ഈ മണ്ണാർക്കാട് ഉൾപ്പെടുന്ന പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു സ്വാധീനം ചെലുത്താൻ, ചലനമുണ്ടാക്കാൻ ഘടകകക്ഷികൾക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് മണ്ണാർക്കാട് ഇത്തവണ ഏറ്റെടുക്കാൻ BJP തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഘടകകക്ഷികൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചലനം സൃഷ്ടിച്ചില്ല എന്നത് ആണ് എടുത്തു പറയേണ്ടത്. അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നത് മെജോറിറ്റി ആകുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ വിജയം നിശ്ചയിക്കുന്ന മണ്ഡലം ആയതുകൊണ്ട് തന്നെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.